ഒരുങ്ങുകയാണ്. അന്യനായ കുര്യാക്കോസ് കോറപ്പിസ്കോപ്പായുടെ വേർപാട് വളരെ ഞെട്ടലോടെയാണ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുക. ഞാനും അതുപോലെ തന്നെ കേട്ടപ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിനകത്തൂടെ ഒരു മിന്നൽ പിണർപ്പാഞ്ഞു പോകുന്നു. കാരണം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കുകയും ആഹാരം കഴിക്കുകയും സൗഹൃദം പുലർത്തുകയും ചെയ്ത ഈ അന്യനായ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കോറപ്പിസ്കോപ്പ അച്ഛൻ നമ്മിൽ നിന്ന് കടന്നുപോയി എന്നുള്ള വാർത്ത ഒറ്റ നിമിഷത്തിൽ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക നൊമ്പരം വളരെ വലുതാണ്. ഈ വന്യനായ വൈദിക ശ്രേഷ്ഠനെ ഞാൻ ആദ്യം കാണുന്നത് കൊച്ചി ഭദ്രാസന മെത്രാപ്പോലീത്തയായിരുന്ന പൗലോസ് മാർ സേവേറിയോസ് തിരുമേനി പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഒരു ഭാഷാ ആഴ്ച നടത്താൻ വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഈ വന്യനായ വളരെ ദീർഘകാലനായ ഒരു ശമാശൻ കുട്ടികളായിരിക്കുന്ന ഞങ്ങളെ 13 വയസ്സ് പ്രായം എനിക്കുണ്ട്. ലോകമോർ ദശുഭഗത്തോ എന്നുള്ള ഗാനം സുന്ദരമായി പഠിപ്പിച്ചത് ഓർക്കുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല, അതിന്റെ മലയാള ഗാനവും അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. 1959 ഓർമ്മകളാണ്. അന്ന് 2 ശമാശന്മാരുടെ ഓർമ്മയാണ് എന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത്. ഒന്ന് ഈ മുളന്തുരുത്തിയിൽ നിന്ന് വന്ന ഒരു ശമാശനും പിന്നെ AM പീറ്ററച്ചൻ, അദ്ദേഹം വന്ന ഒരു സുന്ദരനായ ശമാശൻ. ഈ 2 പേരും അഭിയന്റെ തിരുമേനിയെ അന്ന് അനുഗമിച്ചിരുന്നു. ആ ഓർമ്മ ആദ്യം എൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഓർമ്മതയാണ്. മാത്രമല്ല ലോകമോർ ദശുഭഗത്തോ എന്ന് പറയുന്ന ഗാനം അന്ന് സൺഡേ സ്കൂൾ കുട്ടികളെ ആ ദേവാലയത്തിൽ പഠിപ്പിച്ചതും ഞാൻ ഓർക്കുന്നു. അതിന്റെ മലയാള പരിഭാഷ ഗാനവും അദ്ദേഹം പഠിപ്പിച്ചു. പിന്നീടാണ് അദ്ദേഹത്തെ കൂടുതൽ അറിയാനിടയാകുന്നത്. വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം ഒരു സംഗീത സാമ്രാട്ട് എന്ന് വിളിക്കപ്പെടാവുന്ന വിധത്തിലുള്ള ഒരു വന്യനായ വൈദികൻ എന്ന നിലയിലും പിന്നീട് വളരെ അടുത്ത് ഇടപെടുവാനും ഒക്കെ കഴിഞ്ഞു. 1970-കളിലെ നമ്മുടെ സഭയിൽ വീണ്ടും ഒരു വേർതിരിവുണ്ടായപ്പോൾ ഏതാണ് ശരി എന്ന് കൃത്യമായി ആലോചിച്ചറിഞ്ഞ് ആ സത്യത്തിന്റെ പുറകെ ഉറച്ചു നിന്ന വന്യ പുരോഹിതനാണ് പ്രിയപ്പെട്ട എടപ്പാങ്ങാട്ടിലെ കുര്യാക്കോസ് കോറപ്പിസ്കോപ്പ. അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയും അതുപോലെ തന്നെ ആരാധനയിലുള്ള സംഗീത സൗന്ദര്യവും വളരെ പ്രസിദ്ധിയുള്ളതാണ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ പേരിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന തന്നെ അദ്ദേഹം ആ കാലഘട്ടത്തിലെ പരിശുദ്ധ വലിയ ബാബ തിരുമേനിയുടെ അനുവാദത്തോടെ ദേവാലയങ്ങളിൽ ആദ്യം മുളന്തുരുത്തിയിലും പിന്നീട് പല ദേവാലയങ്ങളിലും അതിൽ നടപ്പിൽ വരുത്തിയതും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. ഈ തുരുത്തിക്കര സെന്റ് ഗ്രിഗോറിയോസ് ചാപ്പൽ സ്ഥാപിക്കുവാൻ അദ്ദേഹം എടുത്ത നിലപാടുകളും അധ്വാനവും അതും മനസ്സിൽ ധാരാളമായിട്ട് നിലനിൽക്കുന്നു. ഈ പ്രിയപ്പെട്ട വന്യ വൈദിക ശ്രേഷ്ഠൻ ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്നു. മരണത്തെ തടുത്തു നിർത്തുവാൻ ഒരുപക്ഷെ നമുക്ക് ആർക്കും കഴിയുകയില്ല, ആരുടെ ജീവിതത്തിലായിരുന്നാലും. പക്ഷേ ആ വ്യക്തി തന്റെ ഉത്തരവാദിത്വം ജീവിതത്തിൽ എങ്ങനെയൊക്കെ നിർവഹിച്ചു എന്നുള്ളത്, അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ വളരെ ശക്തമായി നിലനിൽക്കുകയും ചെയ്യും എന്നുള്ളത് വ്യക്തതയുള്ളൊരു വസ്തുതയാണ്. മരണാനന്തര ജീവിതത്തെ കുറിച്ച് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. അത് മരണത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു നൽകിയിട്ടുള്ള നിർവചനം ലോകത്തിൽ മറ്റേ ഒരു മത സ്ഥാപകന്മാരോ മതപ്രഭാഷകന്മാരോ ഒന്നും ആ വിധത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. മരണം എന്ന് പറയുന്നത് നിഷ്പ്രഭമാണെന്നും അത് ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലുള്ള ഒരു ജീവിതത്തിന്റെ ഒരു മാറ്റം എന്ന നിലയിൽ കർത്താവായ യേശുമിശിഹ മരണത്തെക്കുറിച്ച് പ്രവചിക്കുകയും മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് സംസാരിക്കുക മാത്രമല്ല തന്റെ സ്വന്തം ജീവിതത്തിലെ അത് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടേണ്ടതില്ല എന്ന്
യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. താൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, നാം അത് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടുപോകുമ്പോൾ ഉണ്ടാകാവുന്ന മനസ്സിന്റെ നൊമ്പരം വലുതാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി, കുഞ്ഞുങ്ങൾ, കൊച്ചുമക്കൾ, അവർക്കൊക്കെ ഈ വേർപാട് മനസ്സിന് താങ്ങാൻ വളരെ ബുദ്ധിമുട്ട് കാണും. പക്ഷെ എന്നിരുന്നാലും നാം ഈ ദൈവനിശ്ചയത്തിന്, ഈ വേർപാടിനെ വഴങ്ങി ഈ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് നമുക്കറിയാം. മഹാപുരോഹിതന എന്ന സ്ഥാനത്ത് തന്നെ നാം കർത്താവായ യേശുക്രിസ്തുവിനെ കാണുന്നു. ആ സ്വർഗീയ മഹാപുരോഹിതനായിരിക്കുന്ന യേശുക്രിസ്തുവിനോടൊപ്പം ഒരു പുരോഹിത സ്ഥാനം അദ്ദേഹത്തിന് അവിടെയും ലഭിക്കട്ടെ. അദ്ദേഹം അവിടെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കൊച്ചിഭദ്രാസനത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം വളരെയേറെ ശക്തമായി പ്രവർത്തിച്ചിരുന്നു. പിന്നീടും പല സന്ദർഭങ്ങളിലും സഭയുടെയും ഭദ്രാസനത്തിൻ്റെയും ഒക്കെ ശില്പി ശില്പികളിൽ ഒരാൾ എന്ന് പറയത്തക്കവണ്ണമുള്ള നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളതും അത് സഭ ആ കാലഘട്ടത്തിലൊക്കെ അത് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. പരിശുദ്ധ വട്ടക്കുന്നേൽ ബാബാ തിരുമേനി പറയും, ഈ ബഹുമാനപ്പെട്ട കുറിയാക്കോസ് എപ്പിസ്കോപ്പ, ഈ വന്യനായ അച്ഛൻ, അദ്ദേഹം കരുത്തനാണ്. ഈ മേഖലയിൽ സഭയുടെ ഒരു വലിയ ശക്തി കേന്ദ്രം എന്ന നിലയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മുഖാന്തരമായി അദ്ദേഹം ഒരുപാട് വേദനകളും അനുഭവിച്ചിട്ടുണ്ടാകും. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ വേർപാട് സഭയ്ക്കും നമുക്കൊക്കെ ദുഃഖം തരുന്നതാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രത്യാശയോടെ ഒരു സഭയുടെ ഒരു എപ്പിസ്കോപ്പ സ്ഥാനി എന്നുള്ള ബഹുമതികളോടെ ദൈവസന്നിധിയിലേക്ക് അദ്ദേഹത്തെ യാത്ര അയക്കുകയും ചെയ്യണം. അദ്ദേഹത്തിൻ്റെ വേർപാട് മൂലം വിഷമിച്ചും നൊമ്പരപ്പെട്ടും ഇരിക്കുന്ന എല്ലാവരെയും ദൈവത്തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ വന്യ പുരോഹിതനെ ദൈവസന്നിധിയിൽ ഉന്നതമായ ഒരു സ്ഥാനം ലഭിപ്പാൻ തക്കവണ്ണം, സ്വീകാര്യത ലഭിപ്പാൻ തക്കവണ്ണം, അതും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉരുവിടേണ്ട ഒരു പ്രത്യേക അപേക്ഷയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് മൂലം ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലങ്കര സഭയുടെ പേരിലും വ്യക്തിപരമായ പേരിലും എല്ലാ അനുശോചനവും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. നീതിയതിന്നാചാര്യന്മാരും മഹിമയനിർണയവാന്മാരും കാലേ നിന്നഭിഷിക്തമുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ
ശുശ്രൂഷ ചെയ്തു. നിങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെ ദൈവമായ കർത്താവ് വാഴ്ത്തി പണിപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളാ നിങ്ങളുടെ വാങ്ങിപ്പോരെയും ആശ്വസിപ്പിക്കപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവേ, കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ദൈവികമായ സിംഹാസനത്തിൽ നിൽക്കാതെ കേൾക്കപ്പെടുകയും അംഗീകരിക്കലാക്കി തീർന്നുമാറാകട്ടെ. ക്ഷേമാപൂർവ്വ